ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ ദേശം അനുഭവിക്കണം. അപ്പം നിങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധിച്ചു കിട്ടണം എന്നാഗ്രഹമുള്ള എന്തേലും വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ കാണണം കേട്ടോ. സാധിച്ചു കിട്ടണം, എനിക്കത് സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ബിസിനസ് മൈൻഡോടുകൂടി അല്ല കേട്ടോ ഇത് പറയുന്നത്, ബിസിനസ് മൈൻഡോടുകൂടിയല്ല, ഇത് ദൈവീകമായൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യേശു പറഞ്ഞു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അതങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കസേരയെ കൂടെ അകത്തും പുറത്തും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരായ ആൾക്കാരുണ്ട്. നിങ്ങളൊരു റിസ്ക് എടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം വീട്ടിൽ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു, വെറുതെ വീട്ടിലിരുന്ന് വല്ല ടി വിയുടെ മുമ്പിൽ ഇരിക്കായിരുന്നു, പല കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ വന്നത് എന്തൊക്കെയോ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. നിങ്ങളത് മനസ്സിൽ കാണണം. എന്നിട്ട് നിങ്ങൾ ആ പ്രാർത്ഥന വിഷയത്തെ മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഉത്തരം എന്നാ നോക്കണം. ഓ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? ഇത് എന്തൊന്നും ശരിയാവുമോ, സാധ്യമാകുമോ? അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന മറിയം, പരിശുദ്ധ അമ്മയ്ക്കറിയാം എന്നെ കൊണ്ട് സാധ്യമല്ല ഇത്. ഏത്? ഈ വീട്ടിന്റെ ഈ പ്രതിസന്ധി മാറ്റാൻ എന്നെ കൊണ്ട് സാധ്യമാകത്തില്ല. വീഞ്ഞു തീർന്നു പോയി, ഇനി വിളമ്പാനില്ല, ഇനി ഒരുപാട് പേര് ഫുഡ് കഴിക്കാനുണ്ട്, അവർക്ക് വേണ്ടി ഭക്ഷണം എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ആ പരിഹരിക്കാനാകാത്ത വിഷയവുമായി എങ്ങോട്ടാ പോയേ? നാട്ടുകാരടുത്തേക്കാണ് പോയെ? ആ കല്യാണ വീട്ടിൽ വളരെ പ്രസിദ്ധരും പ്രഗത്ഭരുമായ കുറെ ആളുകളുണ്ട്, അവരോടൊന്നും പറയാൻ പോയില്ല. പരിഹരിക്കാൻ കഴിവുള്ള യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഒത്തിരി സങ്കടം അനുഭവിക്കുന്നവരാണ്. കാണുമ്പോൾ ആർക്കും ഒരു കുഴപ്പവും ഇല്ല, നല്ല ഡ്രസ്സും നല്ല മുഖവും ഒക്കെയാണ് നിങ്ങളുടേത്. പക്ഷെ അടുത്തറിയുമ്പോഴാണ് അറിയുന്നത് ഭയങ്കര വേദനയുള്ള ഒരാളായിരുന്നു ഇതെന്ന്. 10 മിനിറ്റ് എന്നാ ഉണ്ട് വിശേഷം, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു 4 സെന്റൻസ് കഴിയുമ്പം പെട്ടെന്ന് കയ്യിലുള്ള തുവാലയെടുത്ത് പതുക്കെ ഈ കണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. പതുക്കെ. അവർക്കറിയാം ഇനി പറയാൻ തുടങ്ങുമ്പോൾ കണ്ണുനീര് വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിൽ വേദന തുടങ്ങി, ഇപ്പൊ കണ്ണു നിറയും. പറയാൻ തുടങ്ങിയാൽ 10 മിനിറ്റ് വേണ്ട, ചിലപ്പോൾ അറിയാതെ കരഞ്ഞു പോകും, പറയാൻ വാക്കുകളില്ലാതെ വിങ്ങിപ്പോകും. അങ്ങനെയൊക്കെ ഇരിക്കുന്നവർ ഒത്തിരി അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒത്തിരി വലിയ വേദനയുമായി ഭാരമായി ഇരിക്കുന്നവരുണ്ട്. വലിയ ഭാരം. ഇത് സാധിച്ചത് ശരിയാകത്തില്ലെന്നാ തോന്നുന്നതിലും നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായത് ചെയ്തു തരാൻ ആർക്കു പറ്റും? വിശ്വാസം ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു, പലരും മറുപടി പറയുന്നില്ല. ദൈവത്തിന് സാധിക്കും. അത് മനസ്സിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കരുത്. ആ പറഞ്ഞത് സംഭവിക്കും. പറയാതിരുന്നാൽ അത് അടഞ്ഞു പോകും. ഒരനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരും, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ചാടി പറഞ്ഞോണം. വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കും ദൈവം. കൊടുക്കുമോ? വിശ്വാസത്തിന്റെ വാക്ക്. നിനക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ, അടുത്ത വാക്ക് എന്നാന്നറിയാമോ? മാറാൻ പറഞ്ഞാൽ. ഇപ്പൊ പറഞ്ഞാൽ എന്ന് എഴുതിയിട്ടുണ്ട്, മനസ്സിൽ വച്ചോണ്ടിരുന്നാലെന്നല്ല. പറഞ്ഞാൽ
വിശ്വാസത്തിന്റെ വാക്കു നീ പറഞ്ഞാൽ എന്റെ പ്രതിസന്ധികൾ മാറും. ആമേൻ. എന്റെ കടബാധ്യത മാറും. ആമേൻ. എന്റെ രോഗം എന്റെ ദൈവം സൗഖ്യമാക്കും. ആമേൻ. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി മനോഹരമാകും. ആമേൻ. എനിക്ക് നല്ല വീട് ദൈവം ഒരുക്കി തരും. ആമേൻ. എന്റെ കാര്യങ്ങൾ, ഇത് വിശ്വാസത്തിന്റെ വാക്കാ. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തിനെ നോക്കിയാണോ ഇത് പറഞ്ഞത്, അതവിടെ ദൈവത്തിന്റെ ഇടപെടലിന് കാരണമാകും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പ്രശ്നം. ഇത് ഈ സ്ഥലത്തെ പ്രശ്നം ഇപ്പൊ പറഞ്ഞതാണ് പ്രശ്നം. വിശ്വസിക്കുന്നവരും ഉണ്ട്, അതാ പ്രശ്നം. ഇവിടെ എല്ലാവരും കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പെട്ടെന്ന് ചാടി പറഞ്ഞതാണ്, സാരയില്ല, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. കാനായിലെ കുടുംബത്തിൽ മറിയം ഞാൻ വെള്ളം കോരി വീഞ്ഞാക്കാന്നല്ല പറഞ്ഞത്. ഇതെന്നെ കൊണ്ട് പറ്റൂല, ഇവിടെയുള്ള ഒറ്റ ആൾക്കാരെ കൊണ്ട് സാധിക്കില്ല എന്നറിഞ്ഞപ്പം അത് സാധിച്ചു കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മ എങ്ങോട്ടാ പോയേ? അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നാളെ കഴിഞ്ഞും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. ധ്യാനത്തിൽ വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ആ സമയത്തൊന്നും എത്തിപ്പെടാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും, ദൈവം അതിനകത്ത് ഇടപെടും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഓടി വരണം. മറിയം അങ്ങനെയാ ചെയ്തേ. അപ്പുറത്തെ മുറിയിലേക്ക് കയറി വേറെ ഒരു 4 പേരോട് പറഞ്ഞ് ചിരിക്കുവല്ല ചെയ്തേ. അത് യേശുവിന്റെ അടുത്ത് ചെന്നിട്ട്, മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്, ഇവരൊരു വലിയ പ്രശ്നത്തെ മുഖാമുഖം കണ്ടോണ്ടിരിക്കുക, ഈ വീട് ഇടപെടണമെന്ന് പറഞ്ഞു. ആ കുടുംബത്തിൽ എന്തുണ്ടായി? ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ഈ ദേശത്ത് വചനം പറയുമ്പോൾ ദൈവീക ഇടപെടൽ കാനായിലെ കുടുംബത്തിൽ ഉണ്ടായതുപോലെ ഇടപെടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടണം, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. അപ്പോൾ ചിലർ പ്രാർത്ഥിക്കും, എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാനസാന്തരപ്പെടണം, എൻ്റെ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു വരണം, ഭീകരമായ കടബാധ്യതയാ മുന്നിലുള്ളത്, അത് വീട്ടാനുള്ളൊരു മാർഗമുണ്ടാകണം, എൻ്റെ കൊച്ചിൻ്റെ കുടുംബജീവിതം തകർന്നു കിടക്കുവാണ്, എൻ്റെ മകളുടെ വിവാഹം കുടുംബജീവിതം വല്ലാതെ പ്രതിസന്ധിയിലാണ്, അതൊന്ന് ശരിയായി വരണം. ഇങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ കാണും. എല്ലാം നമ്മൾ കൂട്ടിയാൽ കൂടിയല്ല, ചിലത് കൂടണമെങ്കിൽ ദൈവത്തിന്റെ കരം വേണം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മ മറിയം യേശുവിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞില്ലേ, ഈ വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ട്, വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ആ കസേരയെ കൂടെ ഇരുന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ഒറ്റ നിമിഷം വിശ്വാസത്തോടെ. അപ്പൊ നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. അടുത്ത സ്റ്റെപ്പ് വയ്ക്കുകയാണ്, അടുത്ത ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമായി തെളിഞ്ഞു വരണം, വേണ്ടേ? തെളിഞ്ഞു വരണം. നിങ്ങളുടെ ഒത്തിരി പേരുടെ മുഖമൊക്കെ ഒത്തിരി സന്തോഷത്തിലാകാനുണ്ട്. സന്തോഷം തരുന്നത് ദൈവമാണ്, സമാധാനം തരുന്ന ആരാ? അതാ യേശു പറഞ്ഞത്, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്ന സമാധാനം. നമുക്ക് ഇവിടെയുള്ള പലരും നമുക്ക് കുറച്ച് സന്തോഷ സമാധാനമൊക്കെ തരും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഓഫായി പോകും. യേശു പറഞ്ഞില്ലേ, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനം എന്ന് പറയണം. അപ്പോൾ ആ സമാധാനം അവരുടെ വീട്ടിൽ നിലനിൽക്കും. ഇതുപോലെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു നല്ല സമാധാനം ഉണ്ടാകട്ടെ. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ പ്രസംഗിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം എനിക്ക് PhD ഉള്ളത് കൊണ്ടല്ല ഇത് അനുഗ്രഹമാകുന്നത്. ഇവിടെ ദൈവാത്മാവ് പ്രവർത്തിച്ചെങ്കിലേ ഈ ശുശ്രൂഷ അനുഗ്രഹമാകത്തുള്ളൂ.
അല്ലാതെ M.Tech കൊണ്ട് B.Tech കൊണ്ട് PhD ഉണ്ടെന്ന് വിചാരിച്ച് ശുശ്രൂഷ അനുഗ്രഹമാകില്ല. ദൈവത്തിന്റെ ഇടപെടൽ വേണം. ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. യെശയ്യാ പ്രവാചകന്റെ